Welcome to Flavors of India. ഏതൊരു ടൂറിസ്റ്റിൻ്റെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ജയ്സാൽമർ. രാജസ്ഥാനിൻ്റെ താർ മരുഭൂമിയുടെ നടുക്കായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്ന ഒരു നഗരം. കോട്ടയിലേക്ക് പോകാനായിട്ട് ഉള്ളത്. കോട്ടയ്ക്കുള്ളിൽ കടന്നു കഴിയുമ്പോൾ ഇതൊരു കോട്ടയാണെന്ന് നമുക്ക് മറന്നു പോകും. കാര്യം ഇഷ്ടംപോലെ വീട്, കട, കാര്യങ്ങൾ, കച്ചവടക്കാർ എല്ലാം കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുവാണ്. ഇതൊരു പഴയകാല വീടാണ്. ഹവേലി, രാജസ്ഥാൻ. ടിപ്പിക്കൽ ജയ്സാൽമറിലെ ഒരു ഹൗസ്. ശരിക്കും ഒരു കൾച്ചർ ട്രിപ്പ് തന്നെയെന്ന് പറയാം. കാരണം ആ കാലഘട്ടം നമ്മൾ വീണ്ടും കാണുകയാണ്. ഈ ഹവേലിയുടെ ഓരോ മുറികളിലേക്ക് നമ്മളിങ്ങനെ കയറി കയറി വരാണ്. ജയ്സാൽമർ ഫോർട്ടിന്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മാർക്കറ്റ് ഏരിയയാണ് പുറത്ത്. ഇവിടെ വന്നപ്പോൾ ഇതൊരു ഹോളി ഫെസ്റ്റിവലിന്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി എല്ലാം കുറേ എന്താ പറയുക, ഹോളി കളേഴ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടായിട്ട് പ്രൊസഷനായിട്ട് ഇങ്ങനെ ഇവിടുന്ന് മഹാരാജയുടെ പാലസിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കും. ഇത് 400 വർഷമായി തുടരുന്ന ഒരു ആചാരമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവരത് ചെയ്യാറുള്ളൂ. ഹോളി വൺസ് ഇൻ എ ഇയർ, ഹോളി ടൈമിലാണ്. അപ്പോൾ അത് കാണേണ്ടതാണ്. ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടുന്ന് കുറേ പേര് സ്റ്റാർട്ട് ചെയ്യും. ഓൺ ദ വേ ഇവരിങ്ങനെ പാടി പോവും. ഓരോ സ്ഥലത്തുനിന്നും ആളിങ്ങനെ കയറി ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകും. ഫെസ്റ്റിവൽ ആണല്ലോ. ഇവിടെ തുടങ്ങി കഴിഞ്ഞു ഹോളി സെലിബ്രേഷൻസിന്റെ ആരംഭം. ഇവിടെ കുറേ ആൾക്കാർ 100-200 പേര് വന്ന് കൂടുന്ന പറയുന്നത്. എന്നിട്ടാണ് ഇവര് രാജാവിന്റെ മന്ദിർ ആ ഭാഗത്തേക്ക് പ്രൊസഷനായിട്ട് പോകാൻ പോണേ. ജയ്സാൽമർ ഫോർട്ടിൻ്റെ വെളിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതൊരു കഫേയാണ്, കാക്കു കഫേ. കണ്ടില്ലേ, ടെറസിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ദിവാൻ പോലെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചായ, സ്നാക്സ്, ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താ വെച്ചാൽ വൈകുന്നേരം ഇവിടെ വരണം. കാര്യം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
ജയ്സാൽമർ ഫോർട്ട്. ഇപ്പോൾ ഫോർട്ടിൻ്റെ വെളിയിലുള്ള പ്രദേശത്താണ് നിൽക്കുന്നത്, ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സൺസെറ്റ് പോയിൻ്റാണിത്. ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ സൂര്യാസ്തമയം നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കും. ഇന്ന് പക്ഷേ ഒരു ക്ലൗഡി ഡേ ആണ്, അതുകൊണ്ട് സൂര്യാസ്തമയം കാണാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് എങ്കിലും നമുക്കിവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല കാറ്റും, ഈവനിങ് ടൈം ആയല്ലോ, അപ്പോൾ ചൂടൊക്കെ പോയി. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇച്ചിരി കൂളാണ് ഈ ഒരു ടൈമിൽ. സമ്മർ പീക്ക് സമ്മർ ആയിട്ടില്ലല്ലോ. നോക്കൂ, ആഹാ. ജയ്സാൽമർ ഫോർട്ടിൻ്റെ അകത്തായിരുന്നു, പാലസിൻ്റെ അകത്തായിരുന്നു. ആ പാലസ് എല്ലാം ഇവിടെ നോക്കിയാൽ കാണാമല്ലോ. ഇപ്പം അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ ഭംഗി. ഇതിങ്ങനെ സാൻഡ് ഡ്യൂൺസിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വന്നൊരു കോട്ട പോലെ ഒരു മാജിക്കൽ മിസ്റ്റിക്കൽ ഫോർട്ട്, ജയ്സാൽമർ ഫോർട്ട്. താർ ഡിസേർട്ടിൻ്റെ നടുക്കായിട്ട് ഇതൊരു എന്താ പറയുക, യെല്ലോ സാൻഡ് സ്റ്റോണിൽ നിർമ്മിക്കപ്പെട്ടത്. ഈ സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഇതെല്ലാം ഒരു ഗോൾഡൻ കളറാവുമെന്നാണ് പറഞ്ഞത്. ആ ഒരു ഗോൾഡൻ കളർ ഇപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ആ ഗോൾഡൻ കളർ കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പോവാണ്. കുറച്ച് നേരം കൂടി നോക്കാം സൺസെറ്റിൽ നിന്ന് കാണാൻ പറ്റുമെന്ന്. കാര്യം ഇതിപ്പോൾ ക്ലൗഡി ഡേ ആണ്. ആഹാ, മനോഹരമായ ഒരു രാജാവിൻ്റെ സ്റ്റൈലിൽ ഇവിടെ ഇരിക്കാം നമുക്ക്. ചായ എല്ലാം ഓർഡർ ചെയ്താ സുഖമായിട്ട്. ജയ്സാൽമറിലെ ഒരു മനോഹരമായ ദിവസം അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു മൂഡാണിത്. ഈ വൈകുന്നേരം, ഈ സന്ധ്യാസമയം ഇങ്ങനെ ഇപ്പോൾ 6:15 സമയമേ ആയിട്ടുള്ളൂ, 6:30 ആയിട്ടില്ല. 6:30 ആണ് സൺസെറ്റ് ടൈം. ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കക്കു കഫേയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ചോയ്സാണ്. നമ്മൾ എത്തിയ സ്ഥലം ഈ ജയ്സാൽമറിൻ്റെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇത്രയും നേരം നമ്മൾ ആ ഭാഗത്തെല്ലാം കിടന്ന് കറങ്ങി കാഴ്ചകളെല്ലാം കണ്ടു. ഇപ്പോൾ ഇങ്ങനെ റിലാക്സിങ് ടൈം. സൂര്യാസ്തമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജയ്സാൽമർ ഫോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ. സൂര്യൻ ഇങ്ങനെ താന്ന് പോകുന്ന കാഴ്ച. ക്ലൗഡി ആയിരുന്നു, കുറച്ച് ഇച്ചിരി ക്ലൗഡിയാണ് എങ്കിൽ പോലും സൂര്യനെ നമുക്ക് ദർശിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എന്ത് രസമാണ് ഇങ്ങനെ സൺസെറ്റ് കാണാൻ.
ജയ്സാൽമറിലെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾഡ് മാർക്കറ്റ് റോഡിലേക്ക് കയറാൻ പോവാണ്. ഓൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോട്ടയുടെ തൊട്ട് വെളിയിലാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് ജയ്സാൽമർ ഫോർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ ഹോളി സീസൺ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ഹോളിക്ക് ആവശ്യമുള്ള പൊടികൾ, പലതരം കളർ പൗഡേഴ്സ്, പ്ലസ് അതിങ്ങനെ എല്ലാവരുടെയും ദേഹത്തേക്ക് ഇങ്ങനെ ആക്കണ്ടേ, അതിനുള്ള പിച്ചി ഇങ്ങനെ ഇവിടുന്ന് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിച്കാരി കളർ പിച്കാരി അത് വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇത് ഹോളി പിച്കാരി. ഹോളി പിച്കാരി എന്ന് പറഞ്ഞിട്ട് ഈ കളറൊക്കെ കലക്കി അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ആളുകളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളാണ്. കൊച്ചു കുട്ടികൾക്കുള്ള ചെറിയ സൈസുണ്ട്, വലുതുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ മിക്കവാറും മുക്കിന് ഈ മാർക്കറ്റ് ഏരിയയിൽ മുഴുവൻ ഇത് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വീറ്റ് ഷോപ്പ് തപ്പിയാണ്. ജയ്സാൽമറിൻ്റെ സ്പെഷ്യൽ സ്വീറ്റ് ഗോഡ്മ എന്ന് പറയുന്നൊരു പലഹാരമാണ്. മധുരം, എല്ലാം പാൽ പ്രോഡക്റ്റ്സ് ആണ്. എത്തിക്കഴിഞ്ഞു. ധൻരാജ് റൺമൽ ഭാട്ടിയ, ഇതാണ് ആ ഷോപ്പിൻ്റെ പേര്. വെരി ഓൾഡ് ഷോപ്പ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് ഇതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഉണ്ട്, മിൽക്ക് പ്രോഡക്റ്റ്സ്. എങ്കിലും ഗോഡ്മ എന്ന് പറയുന്നത് ജയ്സാൽമർ സ്പെഷ്യൽ. ഹലോ സർ, ഹൗ മെനി ഇയേഴ്സ് ഓൾഡ് ദിസ് ഷോപ്പ്? 10 generation, 200 years old. 200? 10? You are the 10th generation? 11th. 200 വർഷം പഴക്കമുള്ള സ്വീറ്റ് ഷോപ്പാണ് ഇത്. 11ാമത്തെ ജനറേഷനിലെ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അത്രയും പഴക്കം. വെരി നൈസ്. ഓക്കെ, ക്യാൻ യു ഷോ ദി സ്പെഷ്യാലിറ്റീസ്? ഓക്കെ, ദിസ് ഈസ് ഗോഡ്മ. ഇതാണ് ഗോഡ്മ എന്ന് പറയുന്ന പലഹാരം. ഗോഡ്മ ഇത് ഏതാണ്ട് ലഡ്ഡു പോലെ കണ്ടാൽ തോന്നും, പക്ഷേ ലഡ്ഡു അല്ല. ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പ്രോഡക്റ്റാണ്. കണ്ടില്ലേ ഗോഡ്മ, യെല്ലോ കളർ. ഈ സാഫ്രൻ ഗീ. ഗോഡ്മ ഉണ്ടാക്കുന്നത് പഞ്ചസാര, നെയ്യ്, കടലമാവ്, സാഫ്രൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട്. നോ മിൽക്ക് പോവാനായി. ഓക്കെ, ഇതിൽ പാലിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ കടലമാവ്, പഞ്ചസാര, നെയ്യ്, സാഫ്രൻ, കുങ്കുമപ്പൂ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇതാണ് ഗോഡ്മ. ഇതാണ് ജയ്സാൽമറിൻ്റെ സ്പെഷ്യൽ. ബിക്കാനർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ രസഗുളയാണ്. ഇവിടെ ഇതാണ് ഗോഡ്മ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ. ദൂസര ഐറ്റം ഇതാണ് പഞ്ചദാരി. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദയുണ്ട്, മൂങ് ദാൽ ഫ്ലവർ, അതായത് ചെറുപരിപ്പിൻ്റെ പൊടി അതുണ്ട്, ആ മാവ്, കടലമാവില്ല, മൈദമാവ്, പഞ്ചസാര, നെയ്യെല്ലാം ചേർത്ത് പഞ്ചദാരി. ഇത് ഗോഡ്മ. ഇത് കംപ്ലീറ്റ് ബേസനിലാണ് ചെയ്തത്. ഇത് രണ്ടും ജയ്സാൽമർ സ്പെഷ്യൽ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. ചില ദേശം ആ സ്ഥലത്തിൻ്റെ ഈ ഒരു ചില ഐറ്റംസിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ദേശം ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം വളരെ ഫേമസ് ആയിരിക്കും. ഇപ്പോൾ ജയ്സാൽമറിൽ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഗോഡ്മയും പഞ്ചദാരിയും എന്നും പറയും. അപ്പോൾ അത് ഏറ്റവും നന്നായി ഉണ്ടാക്കുന്നത് ഏറ്റവും പഴക്കം ചെന്ന കടയിൽ തന്നെയായിരിക്കും. ഇതിൻ്റെ പയനിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് 11th ജനറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, രാജാവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. 200 വർഷം മുന്നേ തന്നെ ഈ ധൻരാജ് റൺമാൽ ഭാട്ടിയ എന്ന് പറഞ്ഞ ഈ ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ തേടി എത്തിയതാണ്. ഇതൊരു ബിസി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഏരിയയാണ്. ഫോർട്ടിനോട് ചേർന്ന്, ജയ്സാൽമർ ഫോർട്ടിനോട് ചേർന്ന് അതിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. സ്വീറ്റ് ഷോപ്സിൻ്റെ അകത്തല്ല ഉണ്ടാക്കുന്നത്, ഇവർക്ക് വേറെ ഫാക്ടറി ഏരിയ ഉണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ അവിടെ പോകും. എനിക്ക് നാളെ ഞാനൊരു ടൈം ചോദിച്ചിരിക്കുകയാണ്. ഇവർ രാവിലെ ഏർലി മോർണിംഗ് ടു ഉച്ച വരെയാണ് അവരുടെ മേക്കിംഗ് ടൈം. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചെന്നാൽ ഇതെല്ലാം കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം മാക്സിമം നമുക്ക് നോക്കാം അവരുടെ ഫാക്ടറി പോയി കാണാനായിട്ട്. അപ്പൂപ്പന്മാരുടെ എല്ലാം പടം വെച്ചിട്ടുണ്ട്. 11th ജനറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് മുന്നെയാണ്? ഓൾഡ് ആൾക്കാരെല്ലാം ഉണ്ട്.
This article is on India in school. In every country, children must be provided good education. Children love to go to school if they do interesting activities in the school. Teachers help them to study and to learn many new things. Playing with the classmates, it is the most enjoyable activity. Students work hard to succeed in their lives by which they can earn money to make their good career. Thank you. Okay, അപ്പോൾ Rasika, no? Okay, Rasikയ്ക്ക് why education is so important, why schooling is important എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സ്പീച്ച് പറയണമെന്ന് പറഞ്ഞു. ഒരു ആർട്ടിക്കിൾ പോലെ. അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിലൂടെ നടന്നപ്പോഴാണ് രസികയെ കണ്ടത്. വെരി സ്മാർട്ട് ഗേൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറയൂ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് രസിക പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, പഠനം എത്ര പ്രധാനമാണെന്നുള്ള കാര്യം, എസ്പെഷ്യലി ഗേൾ ചൈൽഡ് ആണെങ്കിൽ. ഓക്കെ താങ്ക് യു സോ മച്ച്. നൈസ്. ഇവിടുത്തെ വസ്ത്രങ്ങൾ എന്ത് തരം സാരീസാണ്, ഏത് മെറ്റീരിയലാണ്, ഇതൊക്കെ അറിയണ്ടേ. അപ്പോൾ നാഷണൽ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ജയ്സാൽമറിലെ ഒരു ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, സാരീസ് എന്താണ്, സ്പെഷ്യാലിറ്റീസ് എന്ന് കാണാം. ഓക്കെ, ഫൈവ് ഡിസ്പ്ലേ കരോ साड़ी ये जैसलमेर का स्पेशल कलरफुल नहीं है, ऑल सब ऐसा है. नहीं कलरफुल भी है. ये क्या, ये ब्लॉक प्रिंटिंग इसको कॉटन की आती, कॉटन बेस के ऊपर. ये कॉटन है नहीं, कॉटन के साथ थ्रेड मिक्स होता है. थ्रेड, हाँ कॉटन थ्रेड കൂടെ മിക്സ് ചെയ്ത് വരുന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾ का थ्रेड. ഓക്കെ ഓക്കെ വെജിറ്റബിൾ ത്രെഡിന്റെ കൂടെ കോട്ടണും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത്. ये आता बैम्बू सिल्क के ऊपर में रेशम का काम. बैम्बू सिल्क इसके ऊपर में रेशम का, इसके ऊपर में रेशम का काम आता है. रेशम ओके so how much for all this, कितना? 950 and 1550. Okay, 1550. Okay, ഇത് 1550, ഇത് 950. Okay, what else? ഇത് summer. Okay, for winter? Summer, winter, both मौसम. Both, okay. और बांधनी टाइप. ये बांधनी भी आता है. ये कहता है feather peacock. What is this? Silk. What silk? Handloom silk. ഇത് ഹാൻഡ്ലൂം സിൽക്ക്, ഇവിടുത്തെ ഹാൻഡ്ലൂം സിൽക്കാണ്. और कितना ये 1550 എന്ന് പറയുന്നു. ഓക്കെ, थोड़ा कम के है ना. व्हाट इज दिस सिल्क? व्हाट सिल्क? കിറ്റാ സിൽക്ക്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കിറ്റാ സിൽക്ക് എന്നാണ് പറഞ്ഞത്. എന്താ വില ചോദിക്കാം, എന്താ വില? വാട്ട്സ് പ്രൈസ്? 650. ഓൺലി 650. ഇത് ലൈറ്റ് വെയിറ്റ്, 650 രൂപയുള്ളൂ. കിറ്റാ സിൽക്ക് എന്നാണ് ഇത് പറയുന്നത്. 650, ഭയങ്കര കട്ടി കുറഞ്ഞൊരു ടൈപ്പ് ഓഫ് സിൽക്ക്, കിറ്റാ സിൽക്ക്. दूसरा कलर में भी है और सिर्फ कलर भी आता है. ये टाइप. ഇത് കണ്ടോ, ഇത് 650 രൂപയുള്ളൂ കിറ്റാ സിൽക്ക്. ഇത് നല്ലൊരു വെറൈറ്റി സിൽക്കാണ്, നല്ല പേപ്പർ സിൽക്ക് പോലെ ഇരിക്കുന്നു. ഓക്കെ, അതിനെക്കാട്ടിലും സോഫ്റ്റ് ആണ്. 650 രൂപയ്ക്ക് ഇതൊന്നല്ല കിറ്റാ സിൽക്ക്. ഇപ്പം ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഓ ബ്ലാക്ക്, അതുകൊള്ളാലോ. സെയിമാ, ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിസൈൻസ്. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഇതും നല്ലതാണ്. ഇതെല്ലാം 650യുടെ സാരീസാണ്, കിറ്റാ സിൽക്ക്. ഇത് ഭയങ്കര ബർത്താണ്, നല്ല ലാഭം. കിറ്റാ സിൽക്ക് ഇതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി. ഇത് ലഹരിയ സാരീസ് ആണ്, ഇങ്ങനെ ലൈനായിട്ട് വരുന്ന ബാന്ത്, മറ്റേ ടൈ ആൻഡ് ഡൈ ടൈപ്പ് അല്ല. ഇത് ലഹരിയ സാരീസ്. ഈ സിൽക്ക് ഓർ കോട്ടൺ? കോട്ട സിൽക്ക്.